നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സറിൻ്റെ പ്രോഗ്രാമാണ് നോക്കാൻ പോകുന്നത്. സോ ആദ്യം ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐയുടെ ഔട്ടാച്ച് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി പിന്നെ സ്ട്രിംഗ് റിലേറ്റഡ് സംഭവം ചെയ്യാനായിട്ട് സ്ട്രിംഗ് ഔട്ടാച്ച് ഇൻറ്റ് കെ ഇസ് ഈക്വൽ ടു 0, ഇസഡ് ഇസ് ഈക്വൽ ടു 0, ഐ ഇസ് ഈക്വൽ ടു 0, ജെ ഇസ് ഈക്വൽ ടു 0, സി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഐ ജെ കെ നമ്മൾ വേരിയബിൾസ് എടുത്തു. പിന്നെ ഇസഡ് നമ്മൾ എടുക്കുന്നുണ്ട് റെഡ്യൂസിൻ്റെ ആ സമയത്ത് എടുക്കാനായിട്ട്. പിന്നെ സി നമ്മൾ എടുക്കുന്നത് ലെങ്ത് ഓഫ് ദ വേരിയബിൾ ലെങ്ത് ഓഫ് ദ ഇൻപുട്ട് സ്ട്രിങ് ആണ് ചെയ്യാനായിട്ടാണ്. സോ നമുക്ക് അടുത്ത് നോക്കാം. കാർ A16 എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടാണ്. ഓക്കെ, എ സി എന്ന് പറയുന്നത് നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ചെയ്യുമ്പം നമ്മളവിടെ റെഡ്യൂസ് ടു ഇ എന്ന് ചെയ്യാനായിട്ട് നമ്മൾ കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു അറയാണ് AC20 ക്യാരക്ടർ അറയാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റാക്ക് എന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഷിഫ്റ്റ് റെഡ്യൂസിന് വേണ്ടി സ്റ്റാക്ക് ഫസ്റ്റ് സിമ്പിൾ ഡോളറാണ്. പിന്നെ അതാണ് സ്റ്റാക്ക്. ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ നേരം നമുക്ക് ഷിഫ്റ്റ് എന്ന് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കണ്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. എന്നിട്ട് വോയിഡ് ചെക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ഫങ്ഷനുണ്ട്. ആ ഒരു വോയിഡ് ചെക്ക് എന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ റൈറ്റ് സൈഡിൽ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഗ്രാമറിലെ ലെഫ്റ്റ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാനുള്ള ഒരു ഫങ്ഷനാണ് വോയിഡ് ചെക്ക്. ഇനി അടുത്തത് നമുക്ക് തുടങ്ങാം. സോ ഇൻറ്റ് മെയിൻ ആണ്. നമുക്ക് ഇൻറ്റ് മെയിൻ നോക്കാം. ഇവിടെ തുടങ്ങി നമുക്ക് എവിടം വരെ ഉണ്ട്? ഇതൊക്കെ നമുക്ക് നോക്കാം. അതായത് ഇതാണ്, 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 പിന്നെ ഇതെന്ന് പറയുന്നത് ഇതാണ്. സോ ഇൻറ്റ് മെയിൻ നമുക്ക് ഇവിടം വരെ ഉള്ളൂ. എന്നിട്ട് വോയിഡ് ചെക്ക് എന്ന് പറഞ്ഞ ഫങ്ഷനുണ്ട്. ഓക്കെ, അതെന്ന് പറയുന്നത് ഇത്രയും, ഇത്രയും, യാ. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. വോയിഡ് ചെക്ക് എന്ന് പറഞ്ഞ ഫങ്ഷനാണ് നമ്മൾ ഈ ഒരു പേജ്. സോ നമുക്ക് നോക്കാം ഇൻറ്റ് മെയിൻ. സോ ആദ്യം നമ്മൾ ഗ്രാമർ നമ്മൾ പുട്ട് സ്ട്രിങ് വെച്ചിട്ട് ഗ്രാമർ ഇസ് ഇ ഗിവ്സ് ഇ പ്ലസ് ഇ, ഇ ഗിവ്സ് ഇ സ്റ്റാർ ഇ, ഇ ഗിവ്സ് ബ്രാക്കറ്റിൽ ഇ ഗിവ്സ് ഐ ഡി. Okay, this is a grammar and we do like put s. We put like put s. എന്നിട്ട് put s ചെയ്തിട്ട് enter input string. എന്നിട്ട് scanf %s a. ഞാൻ പറഞ്ഞു a നമ്മൾ ഇൻപുട്ടിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ വെച്ചാൽ ആ എൻ്റെ അകത്തുള്ള ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് നമ്മൾ സിയിലേക്ക് ഇടും. എന്നിട്ട് നമ്മൾ ആക്ട് എന്ന് പറയുന്നൊരു അറ ഉണ്ടായിരുന്നല്ലോ, ക്യാരക്ടർ അറേ, അതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് എന്ന് പറയുന്ന സംഭവം എടുത്തിടും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ചെയ്തു? ആദ്യം നമ്മൾ ഗ്രാമർ ഇങ്ങനെയൊക്കെ ഗ്രാമർ കാണിച്ചു കൊടുത്തു യൂസറിന്. പിന്നെ നമുക്ക് ഇൻപുട്ട് സ്ട്രിങ് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് ഇൻപുട്ട് സ്ട്രിങ്ങിനെ നമ്മൾ റീഡ് ചെയ്ത് എയിലിട്ടു. എന്നിട്ട് ഞാൻ നോക്കി str_ln(a). എന്നിട്ട് ഞാൻ കോപ്പി ചെയ്തു ആക്റ്റിലേക്ക് ഷിഫ്റ്റ്. എന്നിട്ട് സ്റ്റാക്ക് ഇൻപുട്ട് ആക്ഷൻ ചെയ്യുവാണ്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റാക്ക് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഡോളർ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ റെഡ്യൂസും അതൊക്കെ കാണത്തക്ക രീതിയിലുള്ള സംഭവമാണ്. ഓക്കെ, ഇൻപുട്ടുണ്ട്, ആക്ഷനുണ്ട്. സോ k is equal to 0, for k is equal to 0, I is equal to 0, j less than c. ഓക്കെ, അപ്പം ഫോർ k is equal to 0, I is equal to 0, j less than c, ആ k പ്ലസ് പ്ലസ് ഐ പ്ലസ് പ്ലസ് ജെ പ്ലസ് പ്ലസ് നമുക്ക് എൻ്റെ ഫസ്റ്റും രണ്ടും ഐ ഡി ആണെങ്കിൽ നമ്മൾ സ്റ്റാക്ക് ഓഫ് ഐ നമ്മൾ AF ജെയും, കാരണം നമ്മുടെ ഐ എന്ന് പറയുന്നതാണ് സ്റ്റാക്കിൻ്റെ വേരിയബിൾ, ജെ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടിൻ്റെ വേരിയബിളാണ്. സോ stack of 5 is equal to AFJ, stack of 5 plus 1 is equal to AFJ plus 1, and stack of 5 plus 2 is equal to null character, and AFJ നമ്മൾ ഒന്നുമില്ലാതാക്കും, AFJ plus 1 ഒന്നുമില്ലാതാക്കും. എന്ന് നമ്മൾ printf ചെയ്യും
അതായത് /n പുതിയൊരു ലൈനായിട്ട് /n $%s സ്റ്റാക്കാണത് /t%s, അതായത് അത് എ ആണ്. എന്നിട്ട് നമ്മൾ /t%s ആണ്. കാരണം നമ്മളിവിടെ ID വെച്ചിട്ടല്ലേ നമ്മൾ ഷിഫ്റ്റ് ചെയ്തത്. സോ ആക്ഷൻ ഷിഫ്റ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെക്ക് എന്ന് പറഞ്ഞ ഫങ്ഷൻ കോൾ ചെയ്യണം. അതല്ല നമുക്ക് ID അല്ല വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾസ് വെച്ചിട്ടാണ് ഷിഫ്റ്റ് സിമ്പിൾസ്. ഓക്കെ, സ്റ്റാക്ക് ഓഫ് i എന്ന് പറയുന്നത് AFJയും സ്റ്റാക്ക് ഓഫ് i+1 എന്ന് പറയുന്നത് നള്ളും ആക്കി, എന്നിട്ട് AFJ എന്ന് പറയുന്നത് ഒന്നുമില്ലാണ്ടാക്കി. printf /n $%s $s അതായത് ഇൻപുട്ടിൽ സ്ട്രിങ് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള ഡോളർ കഴിഞ്ഞിട്ടാണ് സ്ട്രിങ്. ഓക്കെ, എന്നിട്ട് %s സിമ്പിൾസ് ചെക്ക്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമ്മുടെ ഇൻറ്റ് മെയിൻ തീർന്നു. ഇൻറ്റ് മെയിൻ അല്ല, സോറി, 4k0 അത് തീർന്നു. എന്നിട്ട് നമ്മൾ printf ഒരു സ്പേസ് വിട്ടേക്കാം. എന്നിട്ട് നമ്മൾ വോയിഡ് ചെക്ക് ചെയ്യാം. അടുത്തതെന്ന് വെച്ചാൽ വോയിഡ് ചെക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ strcpy നമ്മുടെ AC നമ്മൾ എന്താക്കും, റെഡ്യൂസ് ടു E ആക്കും. എന്നിട്ട് നമ്മൾ z വേരിയബിളിനെ ചെയ്യാണ്. സോ ഫോർ z = 0, z <c, അതായത് ക്യാരക്ടർ ഇൻപുട്ട് സ്ട്രിങ്ങിന് ഫുള്ള് പോകും z++. അതിന് എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാക്കിൻ്റെ z, അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പം AFI ആണ് നമ്മൾ നോക്കിയത്, രണ്ടാമതാണ് നമ്മൾ നോക്കിയില്ല, എൽസ് വെച്ചിട്ട് അങ്ങ് ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾ z വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം ചെയ്യേണ്ടത് നമ്മൾ AC റെഡ്യൂസ് ടു E ചെയ്യാം. ഓക്കെ, എന്നിട്ട് for z = 0, z <c, z++, if stack of z is equal to I and stack of z+1 is equal to D. അതായത് നമ്മുടെ സ്റ്റാക്കിൻ്റെ 2 വാല്യൂ ID ആണെങ്കിൽ നമ്മൾ സ്റ്റാക്ക് z നമ്മൾ E ആക്കിയിട്ട് സ്റ്റാക്ക് z+1 നമ്മൾ നള്ളാക്കും. എന്നിട്ട് നമ്മൾ printf ചെയ്യും, അതായത് /n $t%s സ്റ്റാക്ക് AAC, അവിടെ സ്റ്റാക്ക് AACT. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ J++ ആണ്. അല്ല, അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജെയുടെ വാല്യൂ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, എന്നാലല്ലേ നമ്മുടെ ഇൻപുട്ട് ഇൻക്രിമെൻ്റ് ആവത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇൻപുട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഓക്കെ, താഴെയൊക്കെ നമ്മൾ ചെയ്യുന്നത് E+Eയുടെ അവിടെ ഇപ്പം z = 0, z <c, z++, സ്റ്റാക്ക് ഓഫ് z = E ആണ്. സ്റ്റാക്ക് ഓഫ് z+1 എന്ന് പറയുന്നത് പ്ലസ് ആണ്. ആൻഡ് സ്റ്റാക്ക് ഓഫ് z+2 E ആണെങ്കിൽ നമ്മൾ അതിനൊക്കെ റീപ്ലേസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ i = i-2 കൊടുത്തു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ E × E വരുമ്പോൾ നമ്മൾ E ആക്കാം. അതേപോലെ തന്നെ E-ൻ്റെ ഈ ബ്രാക്കറ്റ് ഓഫ് E വരുമ്പോഴും E ആക്കാം. എന്നിട്ട് അവിടെയൊക്കെ E-2 ആക്കാം. എന്നിട്ട് നമ്മൾ വോയിഡ് ചെക്ക് അവസാനിപ്പിക്കാം. ഇത് ഭയങ്കര സിമ്പിൾ പ്രോഗ്രാമാണല്ലോ, പഠിച്ചിട്ട് വരണേ.